മനസ്സിലാക്കുക, ഈ പന്ത് ചുമരെ കൊണ്ട് തിരിച്ച് വരുന്നത് പോലെ യേശുവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് ഹൃദയത്തിലകത്തൊരു ചോദ്യം ഉണ്ടാവും. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചിന്നൊരു സംശയമാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരെങ്കിലും എടുത്തിട്ട് നിങ്ങളെ കുഴപ്പമുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി പറയുക. ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ആവുന്നു എൻ്റെ സുവിശേഷം, ഇല്ലേ? ഇത് പറഞ്ഞൊന്ന് ക്രോസ് ചെയ്യാം, പക്ഷേ ഇതുമായിട്ടൊന്നും മാച്ചില്ല. എന്താ യേശു? അതാണ് എൻ്റെ സുവിശേഷം. യേശുവാണ് എൻ്റെ സുവിശേഷം. യേശുവിൻ്റെ കാലാണോ, കൈയാണോ, കണ്ണാണോ, മൂക്കാണോ, ചെവിയാണോ? ഏതാ സുവിശേഷം? യേശുവാണ് സുവിശേഷം. യേശുവിൻ്റെ ഏതാ? യേശു എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസി. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് അവൻ. യേശു എന്ന് പറഞ്ഞാൽ യേശു ഹൃദയത്തിൽ ചിന്തിക്കുന്നതാ യേശു. സദൃശവാക്യം 21:7 വായിച്ച്. ഓ ഗ്ലോറി. മലയാളം ബൈബിളിൽ അത് ക്ലിയർ ആകത്തില്ല, ഇംഗ്ലീഷ് ബൈബിളാണ് ക്ലിയർ ആകത്തുള്ളൂ. ഓ ജീസസ്, ഐ താങ്ക് യു. 23:7. മതി. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. ജീസസ്, ഐ താങ്ക് യു. Proverbs chapter 23 verse 7. Glory. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം. Glory. Hallelujah. Thank you Jesus. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യോ കാലോ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളാണ് മനുഷ്യൻ. അതാണ് ആ ദൈവവചന ഭാഗം പറയുന്നത്. ആമേൻ. ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ആ മനുഷ്യൻ. യേശുവാണ് സുവിശേഷം. അതായത് യേശുവിൻ്റെ ചിന്തകളാണ് യേശു. മനസ്സിലായോ? യേശുവിൻ്റെ ചിന്തകളാ യേശു. ഗ്ലോറി. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ 7-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. ശ്രദ്ധിച്ചേട്ടെ. ഫോർ ആസ് ഹി തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് ആ മനുഷ്യൻ. അതായത് ആ സോളാണ് ആ മനുഷ്യൻ. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. ആ സോൾ ആ ഹൃദയം എന്ന് പറയുന്നത് അതാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുന്നു. ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ചിന്തിക്കുന്നില്ല അകത്ത്. അല്ലാണ്ട് കൈയല്ല നിങ്ങൾ. കൈ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആ ശരീരത്തിലെ അവയവമാണ്. കണ്ണല്ല നിങ്ങൾ. കണ്ണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അവയവമാണ്. ആമേ. ഹല്ലേലൂയ. ശരീരം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ്. മനസ്സിലായോ? യേശുവിൻ്റെ ചിന്തകളാണ് യേശു. യേശുവിൻ്റെ ചിന്തകൾ എങ്ങനെ അറിയാം? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അത്ര സംസാരിക്കുന്നത്. എന്താ യേശു സംസാരിക്കുന്നത്? ദൈവരാജ്യവും. ഗ്ലോറി. അതാണ് യേശുവിൻ്റെ സുവിശേഷം. ആമേ. ഹല്ലേലൂയ. മാറിപ്പോകരുത്. ഗ്ലോറി. അന്ന് മുതൽ ആര്? യേശു സ്നാപക യോഹന്നാൻ ദൈവരാജ്യം പ്രസംഗിച്ച് തുടങ്ങി. അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് അത് തുടരണമെന്നാണ്. തുടങ്ങിയത് യേശു തുടങ്ങിയത് നമ്മൾ തുടരണം. ആമേൻ. വായിച്ച മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 17. 4:17. മത്തായി 4:17. അവിടെയും കാണാം അന്ന് മുതൽ. ഓ ജീസസ്, ഐ താങ്ക് യു ലോർഡ്. എന്ന് മുതൽ അവിടെ ഉണ്ട്. അന്ന് മുതൽ. അന്ന് മുതൽ കണ്ടോ? അന്ന് മുതൽ യേശു
സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ച് തുടങ്ങി. യേശു തുടങ്ങിയതിനെ കണ്ടിന്യൂ എത്ര പേരുണ്ട്? യേശു തുടങ്ങിയതിനെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് സമൂഹത്തിൽ കാണുന്നതിനെയും കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ തീരുമാനമാണ്. ആമേൻ. യേശു തുടങ്ങിയതിനെ കണ്ടിന്യൂ ചെയ്യാം. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നവരോട് നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, യേശു തുടങ്ങിയതിനെ കണ്ടിന്യൂ ചെയ്യുക. യേശു ദൈവരാജ്യം പ്രസംഗിച്ച് തുടങ്ങി. ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ കാലം അത് സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ നിത്യജീവന്റെ മൊഴികൾ, ദൈവരാജ്യത്തിന്റെ മൊഴികൾ പ്രസംഗിച്ച് തുടങ്ങി. ഗ്ലോറി. ദൈവത്തിന്റെ എഴുതിയാട്ടെ. ഗ്ലോറി. ദൈവത്തിന്റെ വചനം പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ രണ്ട് വചനങ്ങളെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം തുടങ്ങിയപ്പോൾ ഒരു വമ്പിച്ച ജനക്കൂട്ടം. ഈ വമ്പിച്ച ജനക്കൂട്ടം ഒരു മെഗാ ചർച്ച്. അതിൻ്റെ കാരണം അവിടെ നോക്കിക്കഴിയുമ്പോൾ യേശു രോഗികളിൽ ചെയ്ത അടയാളങ്ങളും തുടർന്ന് താഴേക്ക് വീണ്ടും അത് വർദ്ധിക്കുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പോറ്റുകയും ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുകയാണ്. ഒരു മൾട്ടി മെഗാ ചർച്ച്. എന്നാൽ അതിൻ്റെ ഇടയിൽ വെച്ച് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയതോടെ ഇതാ ഒരു വലിയ ബലൂൺ ഇട്ട് സൂചി കൊണ്ട് കൂത്തിയതുപോലെ ആ മെഗാ ചർച്ച് ചെറുതായി അവസാനം വെറും 12 പേരുള്ള ടൈനി ചർച്ചായി മാറി. ഹലോ. അതായത് ജനം പ്രതീക്ഷിക്കുന്നത് അവരുടെ മോഹങ്ങളാണ്. അവർ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യമൊന്നുമല്ല. അവർക്ക് അറിഞ്ഞുകൂടാ അവരിന്ന് ജയിലിലാണ് കിടക്കണമെന്ന്, അവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന്. അവർ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ താൽക്കാലിക കാര്യങ്ങൾ മാത്രമാണ്. ദൈവം തരാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതേയില്ല. എന്നാൽ ദൈവദാസന്മാരായ നമ്മുടെ ഡ്യൂട്ടിയാണ്, മോനെ നീ ആരാണ് നിനക്കറിയാമോ? നിനക്ക് സുബോധമില്ലെന്നാ വചനം പറയുന്നേ. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വം എന്നാ വചനം പറയുന്നേ. വചനം വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ഒരു പക്ഷെ PhD കാരനായിരിക്കാം, ഒരു റോക്കറ്റ് സയന്റിസ്റ്റ് ആയിരിക്കാം, അനേക ഡിഗ്രികളുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ഞാൻ നിന്നോട് ഒന്ന് ചോദിച്ചോട്ടെ, നീ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും പർപ്പസ് നിനക്ക് അറിയാമല്ലോ. നിന്റെ കാർ എന്തിനാ? അവർ പറയും സഞ്ചരിക്കാനാ. നിന്റെ മൊബൈൽ എന്തിനാ? ഫോൺ വിളിക്കാനാ. നിന്റെ ഷൂ എന്തിനാ? ഇട്ട് നടക്കാനാ. നിന്റെ കണ്ണെന്തിനാ? കാണാനാ. നിന്റെ മൂക്കെന്തിനാ? ശ്വസിക്കാനാ. നിന്റെ ചെവി എന്തിനാ? കേൾക്കാനാ. നിന്റെ കൈ എന്തിനാ? പ്രവർത്തിക്കാനാ. നിന്റെ വായ എന്തിനാ? സംസാരിക്കാനാ, ഭക്ഷണം കഴിക്കാനാ. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനെല്ലാവരും ഉത്തരം പറയും. ഇതെല്ലാം കൂടി കൂടിയ നീ എന്തിനാ? അവൻ വായടയ്ക്കും. ഇതെല്ലാം കൂടി കൂടിയ നീ എന്തിനാ? അവൻ വായടയ്ക്കും. കാരണം ഒരു ബോഷനെ പോലെ അവൻ ഭക്ഷിക്കുക. എന്തിനാ അവൻ കഴിക്കണേ? കഴിച്ച് 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 മരിക്കാൻ. അവൻ കഴിക്കുന്നതിന്റെ എന്റെ റിസൾട്ട് മരണമാ. ഒരു ബോഷനെ പോലെ ഇവിടെ കഴിയുകയാ. അവൻ പ്രവർത്തിച്ച് 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 കൂട്ടി വയ്ക്കുന്നു, ഒന്നുമില്ലാതെ അവൻ പോകുന്നു. എങ്ങനെ? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു. ആ വ്യക്തി യജമാനൻ പൈസ തന്നു, നിങ്ങൾ ആ പൈസ എടുത്ത് വർക്ക് പ്ലേസിൽ വെച്ചു, തിരിച്ചു പോരുന്നത് പോലെ.
നിങ്ങൾ പണിയെടുത്ത പൈസ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഗവൺമെന്റ് ജീവനക്കാരായ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ 60 വയസ്സ് വരെ പണിയെടുത്ത് ഉണ്ടാക്കി എല്ലാം വെക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ അത് വല്ലതും കൊണ്ടുപോകുമോ? ഒന്നുമില്ല. പിന്നെ എന്ത് മാത്രമേ പ്രയോജനകരമായുള്ളൂ? ഇതുവരെ ഉണ്ടതും ഉടുത്തതും. ഇതുകൊണ്ടാണ് വർത്തമാനം വചനം പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പിൻ. ഗ്ലോറി. ബാക്കിയുള്ള സകല സമയവും കുഞ്ഞെ നീ ചെല്ലാൻ പോകുന്നതിന്റെ വീട്ടിൽ ശേഖരിപ്പിൻ. മനസ്സിലായോ? ഗ്ലോറി. എന്നാൽ ഈ വീടിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രസംഗമില്ല. യേശുവിന് കാരണം വഴിയില്ല, പോകാൻ വഴിയില്ല. ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുക. നമുക്കെതിരെയുള്ള കൈയെഴുത്ത് കൊണ്ട് പിശാച് നമ്മളെ ലോക്ക് ചെയ്തിരിക്കുക. എന്നാൽ വഴി തുറക്കാൻ ഇതാ യേശു വരികയാ. കാൽവരി ക്രൂശിലൂടെ ജീവനുള്ള പുതുവഴി യേശു തുറന്നു. ഇനി അങ്ങോട്ടേക്ക് പോകാം. ഗ്ലോറി. ആ യേശുവാണ് ഇതാ ദൈവരാജ്യത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. ഹല്ലേലൂയ. അന്ന് മുതൽ ഇതാ ആ പ്രസംഗം ആരംഭിക്കുകയായി. ഇന്ന് നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. ഗ്ലോറി. യേശുവിൻ്റെ ആ വഴി, യേശു തുറന്ന വഴി അവരോട് വിവരിച്ച് പറയുക. എന്താ യേശു വഴി? യേശു വഴി തുറന്നു. ഇനി വേറെ ആരെയും നോക്കണ്ട അങ്ങോട്ട് പോകാൻ, യേശുവിനെ നോക്കിയാൽ മതി. നിങ്ങൾ എൻ്റെ പാതകളെ പിന്തുടരാൻ. അപ്പോൾ ഈ കടൽ തീരത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കാൽപാദങ്ങളെ കാണാം നിങ്ങൾക്ക്, അല്ലേ? പത്രോസിന്റെ ലേഖനം പറയാ, നിങ്ങൾ എൻ്റെ പാതകളെ പിന്തുടരാൻ ഞാൻ നല്ലൊരു മാതൃക വെച്ചു പോയി. ഇനി അതേ പാതകൾ അങ്ങ് നോക്കിയാൽ മതി. മനസ്സിലായോ? വേറെ ആരുമില്ല. എബ്രായ ലേഖനം പറയുന്നത് ഹീസ് അവർ ഫോർറണ്ണർ. നമുക്ക് മുമ്പേ ഓടിയവനാ യേശു. ഓടി ആദ്യ ഫലമായി ഇതാ ഓട്ടം പൂർത്തീകരിച്ചവനാ യേശു. യേശു ആദ്യ ഫലം. ഇനി നമ്മൾ ഗ്ലോറി ആ യേശുവിനെ നോക്കി ഓടുക. വേറെ ആരെയും നോക്കണ്ട. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുമ്പോ അവരെ ഒരാളെ പോലും നോക്കാൻ പറഞ്ഞിട്ടില്ല. അവർക്കായി ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവരെ നോക്കരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവെ നോക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. മനസ്സിലാക്കിക്കോ, തിരുവനന്തപുരത്തേക്ക് പോകുന്ന മയിൽക്കുറ്റി കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്തേക്ക് പോകുന്ന മയിൽക്കുറ്റികൾ ഉപയോഗിച്ച് എറണാകുളത്തേക്ക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ വചനം, അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരും, അത് ദൈവത്തിന്റെ വചനം പറയുന്നു യോഹന വരെയായിരുന്നു. വരെയായിരുന്നു എന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്താ? അവിടെ വരെ ഉള്ളൂ. യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ദൈവവചനം പറയുന്നു. ഇന്നലെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു. യേശു നമ്മൾ 2 ഓവൽ വരച്ചിട്ട് കാണിച്ചില്ലേ? അവിടെ കാണിച്ചു യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ഹല്ലേലൂയ. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ ഇന്ന് പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ജനം അങ്ങോട്ടേക്കാ പോകണ്ടേ? പക്ഷെ അത് വ്യക്തമായി പറയേണ്ടതിന് പകരം പിശാച് മനുഷ്യ മനസ്സുകളെ കുരുടാക്കിയിട്ട് അതിനെ പല രീതിയിലും ഡൈവേർട്ട് ചെയ്യുക. ഒരു സത്യവും, സത്യം ഏതായിരിക്കും? ഫ്രീ ആയിട്ട് കിട്ടുന്ന പാർട്ടായിരിക്കും സത്യം. ഈ നിത്യജീവന് 2 പാർട്ടുണ്ട്. നിങ്ങൾക്കറിയോ? 2 പാർട്ട്. ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, ഒന്ന് നാം വില കൊടുക്കേണ്ടത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന പാർട്ടാണ് ദൈവത്തിന് പറയുന്ന ദാനം എന്ന് പറയുന്നത്. നിത്യജീവൻ ദാനമാ. റോമ ലേഖനം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ പറയാ, പാപത്തിന് ശമ്പളം മരണം, അപ്പോ ദൈവത്തിന് ദാനമോ നിത്യജീവൻ തന്നെ. വായിച്ചേ. ആറിന്റെ 23. ഓ ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാ, ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവ് യേശു നിത്യജീവൻ തന്നെ. അപ്പൊ ഇത് ദാനമല്ലേ? ഇത് ദാനമല്ലേ? ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ദാനമാ. ഫസ്റ്റ് പാർട്ട് ദാനമാ. യേശു ചെയ്ത പ്രവൃത്തിയാ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ? നമ്മൾ ഫ്രീ ആയിട്ട് വിടുവിച്ച കണ്ടില്ലേ?
ഫസ്റ്റ് പാർട്ട് ദാനമാ. ആദം വീണ കുഴിയിൽ നിന്ന് ദൈവം നമ്മുടെ ഒരു പ്രവൃത്തിയും കൂടാതെ നമ്മളെ വിടുവിച്ചു. ആമേൻ. അപ്പൊ തന്നെ ചിന്തിക്കണം, ഒരു രക്ഷയും വേണ്ടാത്ത ആദത്തിന് പോലും ദൈവരാജ്യം കിട്ടിയില്ല. ഏദനിൽ ആദത്തിന് ഒരു രക്ഷയും വേണ്ടായിരുന്നു. ഏദനിൽ വെച്ച് ശരിയല്ലേ, വീഴ്ചയ്ക്ക് മുമ്പ് ഒരു രക്ഷയും വേണ്ട, എന്നിട്ട് പോലും ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടിയില്ല. അപ്പോ ആദത്തിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിച്ചിരുന്നേ? അനുസരണ പ്രതീക്ഷിച്ചിരുന്നേ, ശരിയല്ലേ? അപ്പോ ആദം വീണ കുഴിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ടുള്ളൂ. രക്ഷിക്കപ്പെട്ടപ്പോൾ ആദം വീണ കുഴിയിൽ നമ്മളെ വിടുവിച്ചു. ഇനി ഒരു പാർട്ട് മാത്രം പറഞ്ഞു നിർത്തല്ലേ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇവിടെ വരുമ്പോ നിത്യജീവൻ ദാനമല്ല. ആത്മാവിൽ വിതയ്ക്കുന്നവൻ, ഇതാർക്ക് എഴുതിയേക്കണ? വിശ്വാസികൾക്ക് എഴുതുന്നതാ. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ നിത്യജീവനെ കൊയ്യേണ്ടതാ. ഇവിടെ വരുമ്പോൾ ദാനമല്ല, കൊയ്യണം. ഇതാണ് നിത്യജീവന്റെ 2-ാമത്തെ പാർട്ട്. ഇതാണ് മടക്കയാത്ര. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് നിത്യജീവനെ കൊയ്യേണ്ടത്. അപ്പൊ കൊയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴാ കൊയ്യാൻ പറ്റുക? വിതക്കാലം വന്നാലല്ല, ആദ്യം അതിനു മുമ്പ് വിതയ്ക്കണം. വിതയ്ക്കാതെ എവിടെ കൊയ്യാനാ? അപ്പോ നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. ആത്മാവിൽ വിതച്ചാൽ അതിന്റെ അർത്ഥം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മാവിലെ വിത. അതാണ് നമ്മുടെ പ്രവൃത്തി. മനസ്സിലായോ? ആത്മാവിൽ വിതയ്ക്കുന്നത് ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നതാണ്. ഇതാ റോമലേഖനം 8:14 പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഗ്ലോറി. അപ്പോ നിത്യജീവന്റെ ആദ്യ പാർട്ട് എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്നവരെ വിടുവിച്ചു. 2-ാമത്തെ പാർട്ട്, വിടുവിച്ച നിനക്ക് ദൈവത്തെ അനുസരിക്കാൻ മനസ്സുണ്ടോ? ആത്മാവിനനുസരിച്ച് മടക്കയാത്ര ചെയ്ത് വീട്ടിലേക്ക് വരാൻ മനസ്സുണ്ടോ? ഗ്ലോറി. അങ്ങനെ വീട്ടിലേക്ക് വരാനായിട്ട് നീ ഉപയോഗിക്കേണ്ടത് ന്യായപ്രമാണവും പ്രവാചകപുസ്തകവും അല്ല. അത് ജയിലിൽ കിടക്കുന്നവനാ, ലോകമാകുന്ന ജയിലിൽ കിടക്കുന്നവനാ അത്. പക്ഷെ വീട്ടിലേക്ക് വരുന്ന നിനക്ക് ദൈവരാജ്യത്തിന്റെ വചനങ്ങളാ. അത് ഉപയോഗിക്കാതെ കുഞ്ഞെ നിന്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. നിനക്ക് വേണമെങ്കിൽ ഒരു വെള്ള ഉടുപ്പ് ഇട്ട് ശരീരത്തിന് ചില രൂപഭാഗങ്ങളൊക്കെ വരുത്തി ഒരു ദൈവവൈതലിനെ പോലെ എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ് നിൽക്കുന്ന പോലെയൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ അകത്ത് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടക്കുക. പല മീറ്റിങ്ങുകൾ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ നിന്ന് ഒരാളിങ്ങ് ഏറിങ്ങ് വന്നു. വിശ്വാസിയാ, വെള്ളമെടുപ്പൊക്കെയാ. ഏറിട്ട് ഫാസ്റ്റർ ഉപയോഗിക്കുന്ന മൈക്കിങ്ങ് പിടിച്ചും കൂടെ മാറ്റി വെച്ചു. എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ. ഞെട്ടിപ്പോയി എല്ലാവരും. എന്താ? വെള്ളമെടുപ്പൊക്കെയാ പുറത്ത്, പക്ഷെ അകത്തുനിന്ന് പഴയ വെളിയിലിറങ്ങിയ. ഇത് വേറൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു സഹോദരൻ ഒരു വിഷമം എന്തോ പറഞ്ഞു. ഉടനെ മറ്റേ സഹോദരൻ എഴുന്നേറ്റ്, അതെ എന്റെ അദ്ദേഹത്തോട് പറയാ, ഇരിക്കെ. അദ്ദേഹം ഇരിക്കുന്നില്ല. പക്ഷേ ആരാ ഇവരൊക്കെ? പ്രസംഗിക്കുന്നവരാ. അതിന്റെ അർത്ഥം പുറമേ ദൈവിക വേഷമുണ്ട്, അകമേ ഇതാ പഴയ മനുഷ്യൻ കിടക്കുക. എന്നാൽ യേശുവിന്റെ സുവിശേഷത്തിന്റെ റിസൾട്ട് അതല്ല. യേശുവിന്റെ സുവിശേഷത്തിന്റെ റിസൾട്ട് പറയുകയാണ്, ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം എന്നാന്നറിയാമോ? പാപം ചെയ്യാനുള്ള കഴിവ് അവനില്ല. John 3:9 ദൈവത്തിന്റെ വചനം പറയാ, ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം പാപം ചെയ്യാനുള്ള കഴിവില്ല. ഇപ്പൊ അവന്റെ അകത്തുള്ളത് ദൈവത്തിന്റെ വിത്താ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. ഇത് എവിടെയാ പറയണേ? വചനത്തിലാ പറയണേ. ഒരിക്കലും ഞാനിത് ചർച്ചയിൽ പോയി പ്രസംഗിച്ചപ്പോ ആ ദേവദാസൻ ഇതെല്ലാം കഴിഞ്ഞിട്ട്
ഈ ദൈവദാസന്മാരുടെ പ്രത്യേകത, ഇന്നത്തെ ദൈവം ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ നമ്മുടെ ദൈവദാസന്മാരെയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഹോശേയ 4:6 താഴേക്ക് പറയുന്നത്, വചനം പ്രസംഗിക്കുന്നത് നിങ്ങളോട് ഞാൻ വിരോധമായിരിക്കുന്നു, നിങ്ങൾ പരിജ്ഞാനം ത്യജിക്കൊണ്ട് എൻ്റെ ദാസന്മാരെന്ന് പറയുന്നതിന് യോഗ്യരല്ല. നിങ്ങൾ എന്താണോ മുമ്പ് പ്രസംഗിച്ചത് അത് തന്നെ തെളിയിക്കാൻ നിങ്ങൾ ഇരിക്കും, എൻ്റെ ജനത്തെ കൊണ്ട് നരകക്കുഴിയിലെറിയും. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും ഇത് പോയി പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ദൈവദാസൻ എൻ്റെ പ്രസംഗത്തിന് ശേഷം ചില വ്യക്തികൾ അദ്ദേഹത്തോട് സംശയം ചോദിച്ചു, ദൈവദാസനെ ഇതെന്താ വചനത്തിൽ ഇങ്ങനെ എഴുതിയ, ദൈവത്തിൽ ജനിച്ചവൻ പാവം ചെയ്യത്തില്ല, പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങ് പാവം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദൈവദാസൻ പറഞ്ഞ, കുഞ്ഞെ എനിക്ക് അറിഞ്ഞൂടാ, പ്രസംഗിച്ച ദൈവദാസനോട് ചോദിക്കാനാണ് പറയണ്ടേ. പകരം അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഡോക്ടറിനാ ബ്രദറെ, ഇതൊക്കെ ഒരു ഡോക്ടറിനാ, ദൈവത്തിന് സമയമില്ലാണ്ട് എഴുതി വെച്ചതല്ലേ ഇതുപോലെ ഡോക്ടറിന്. എന്നിട്ട് എന്നെ ടെലിഫോൺ ചെയ്ത് ദൈവദാസൻ എനിക്കൊരു ഉപദേശം, ഇങ്ങനെയൊന്നും പ്രസംഗിക്കരുത് കേട്ടോ, ഇതൊക്കെ ഡോക്ടറിനല്ലയോ. ഞാനത് വാക്ക് പോലും മിണ്ടിയില്ല, കാരണം അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കത്തില്ല. ആമേ, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ഏറ്റവും നല്ല മാർഗം മിണ്ടാതിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ഈ റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ കിട്ടുന്നത് വരെ നിങ്ങൾ അധ്വാനിച്ചോളണം. കാരണം എൻ്റെ അപ്പൻ ഈ പുസ്തകത്തിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ളതാ, ദൈവപുത്രന്മാർക്കുള്ളതാ. ലോകം പ്രസംഗിച്ചാലും പ്രസംഗിച്ചാലും ഇത് എനിക്കുള്ളതാ. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഒരാൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അതേ കാറ്റഗറിയുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരെ, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ചതാ, വലിയ ആത്മപ്രവാഹം, ജനങ്ങളൊക്കെ ആത്മപ്രവാഹം നിറയുന്നു. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്നില്ല. നിങ്ങൾ ഉടനെ അകത്ത് വരുന്ന എന്നാന്നറിയാമോ? ആ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചിന്ത ഉയരും, അസൂയ ഒളിഞ്ഞു കിടക്കുക. നമ്മളൊക്കെ നന്നായി വേറൊരുത്തം പ്രസംഗിക്കുമ്പോൾ ഇത് പൊങ്ങി വരും, അസൂയ. ഇത് അകത്ത് ഒളിഞ്ഞു കിടക്കുക. പിശാച് അകത്ത് കയറ്റിയ ഇഞ്ചക്ഷന്റെ റിസൾട്ടാ ഇത്. ഇത് ഇല്ലെന്ന് പറയുന്ന വേറെ ഗ്രൂപ്പുണ്ട്, അത് ഇതിനേക്കാളും കഷ്ടം. മനസ്സിലായോ? അത് അത്തിയില കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുക അകത്തുള്ളത് മുഴുവൻ. ഇതെല്ലാത്തിന്റെ അകത്തുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയും, എന്റെ ശുശ്രൂഷയിലൂടെ പോയാൽ പിശാചിന്റെ അകത്ത് കയറ്റിയ വിഷം മുഴുവൻ ഞാൻ വലിച്ചെടുക്കും. നിന്റെ പാപം ചെയ്യാൻ കഴിവില്ലാത്തവനാക്കി ഞാൻ മാറ്റിയെടുക്കും. അമ്മേ, സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലെ ചില സഹോദരങ്ങൾ വന്നിട്ട് എന്നോട് പറയാം, ബ്രദറെ, ഷാർജയിലെ കാര്യമാണ് പറയുന്നത്, ഞങ്ങൾക്കിപ്പോ കോപിക്കാനേ പറ്റുന്നില്ല. ഭാര്യ വലിയ പ്രശ്നമാണ്, വീട്ടില് ഭാര്യ അക്ഷരാനുഭവത്തിക്കില്ല, വലിയ പ്രശ്നമാണ്. പക്ഷേ നേരത്തെ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അകത്തങ്ങനെ കോപം കേറി ഇങ്ങ് വരും. പക്ഷെ ഇപ്പോ എനിക്ക് കോപിക്കാനേ പറ്റുന്നില്ല. ഇത് എവിടെ പോയി? ഇത് കളയാൻ വേണ്ടി മരുന്ന് കഴിച്ചോ? ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിലൂടെ കടന്നു പോയാൽ മതി. ഗ്ലോറി, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മൾ എടുത്തു മാറ്റും. ആമേൻ. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചാൽ അടങ്ങിയിരിക്കുകയല്ല, അത് പൂർത്തിയാക്കിയേ അടങ്ങത്തുള്ളൂ. പക്ഷെ നമുക്ക് വചനം കിട്ടുന്നില്ല. ഏത് വചനം? നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക. ഏത് വചനം? ദൈവരാജ്യത്തിന്റെ വചനം, മടക്കയാത്രയുടെ വചനം വേണം. കുറച്ചൊക്കെ ഈ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് വന്നുകൊണ്ടേയിരിക്കുക, അന്നെന്നുള്ളത് വന്നുകൊണ്ടേയിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. മടക്കയാത്രയുടെ വചനം വേണം. ഇനിയും തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള മയൽക്കുറ്റികളല്ല വേണ്ടേ. അത് ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും ജയിലിൽ കിടന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നിങ്ങളെ ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കി മടക്കി കൊണ്ടുപോകാൻ ഒരുത്തൻ വരുന്നുണ്ട്, ഇല്ലേ? യേശു വന്നു കഴിഞ്ഞാൽ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കാൻ ആ ജയിലിലുള്ള വചനങ്ങൾ നോക്കണം. കാരണം അതിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിങ്ങൾ കിടന്നപ്പോ നിങ്ങൾക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ഒരുത്തൻ വരുന്നുണ്ട് നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ആ വന്നവൻ യേശുവാ. ഈ യേശു തന്നെയാണോ ആ യേശു എന്നറിയാൻ ആ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വചനങ്ങളെ നിങ്ങൾ നോക്കണം. ഹലോ, ഇതാണ് ബെരോവയുള്ളവർ നോക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സ്വതന്ത്രനാക്കിയ യേശുവിനെ പിന്തുടരുക. വീണ്ടും ജയിലിൽ കിടക്കുകയല്ല. മനസ്സിലാവുന്നുണ്ടോ?
വീണ്ടും നിങ്ങൾ അന്വേഷിക്കേണ്ടത് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള മയിൽക്കുട്ടികളല്ല, എനിക്ക് എറണാകുളത്തേക്ക് മടങ്ങി പോകാനുള്ള മയിൽക്കുട്ടികൾ എന്തിയേ? അപ്പോൾ യേശു പറയൂ, ഇതാ അതാണ് ഞാനാണ് ആ മയിൽക്കുട്ടി. നിങ്ങൾ എന്നെ നോക്കി എന്റെ പാതകളെ പിന്തുടരുക. ഞാൻ പോയ പിതാവിന്റെ ഭവനത്തിൽ നീയും എത്തും. ഞാൻ ആദ്യ ഫലമാണ്, നീ തുടർന്നുള്ളതും. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മുഴുവൻ എന്താ ചെയ്യണേ? സഹോദരങ്ങളെ, യാത്രയില് നമ്മുടെ പാപ സ്വഭാവങ്ങളെ ഒന്നും തകർക്കുന്നില്ല. കാരണം നമ്മൾ പിടിക്കപ്പെട്ടു പോയി. ആരുടെ അടിമത്തത്തിൽ? ഈ പാപ സ്വഭാവം ഇൻജക്ട് ചെയ്ത് അകത്തേക്ക് കയറ്റിയ, കറുത്തുടുപ്പിൽ ഇന്നലിട്ടില്ല, ആദ്യം അകത്തേക്ക് കയറ്റിയവന്റെ കീഴിൽ നമ്മൾ അകപ്പെട്ടു പോയി. എല്ലാവിധ ദുഷ്ട സ്വഭാവങ്ങളും നമ്മുടെ അകത്ത് കിടക്കുകയാണ്. ഈ സമയത്ത് ഈ ദുഷ്ട സ്വഭാവം അകത്തുനിന്ന് വെളിപ്പെട്ടാൽ ഉടനെ ആരടിക്കും? പിശാചിന്റെ ദൂതൻ വീണ്ടും അടിക്കും. വീണ്ടും അധികാരം അവനായി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും അടികൊള്ളുകയും അതിക്രമങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ വരികയും ചെയ്തപ്പോൾ, അവർ ലംഘനങ്ങൾ വീഴുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നത്, ന്യായപ്രമാണം എന്തിന്? ഒരു ചോദ്യമാണ്. നമുക്കുണ്ടായില്ലേലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കിയെടുക്കുക ദൈവം. ന്യായപ്രമാണം എന്തിന്? തുടർന്ന് ഗലാത്യർ 3:19 തുടർന്ന് അവിടെ പറയുകയാണ്, എന്തിനാന്നറിയാമോ ന്യായപ്രമാണം? ആദ്യം എന്തിനാന്നല്ല പറഞ്ഞ, എപ്പോ വരെന്നങ്ങ് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചിട്ട് ആദ്യം പറഞ്ഞത് എപ്പോ വരെന്ന ഉത്തരം. വാഗ്ദത്ത സന്തതിയായ യേശു ക്രിസ്തു വരുവോളം അത്ര മതി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഒരു ചോദ്യമാണല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കുക. അമ്മേ താഴേക്ക് ശ്രദ്ധിച്ചേ, വാഗ്ദത്ത സന്തതി വരുവോളം. ഗ്ലോറി. ആദ്യം തന്നെ എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തില് ആദ്യം തന്നെ പറഞ്ഞ എപ്പോ വരെ എന്നാണ്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാല യോഹനം വരെയാ. അമ്മേ എപ്പോ വരെ എന്നങ്ങ് പറഞ്ഞ ആദ്യം തന്നെ. വാഗ്ദത്ത സന്തതി ആരെയും? വാഗ്ദത്ത സന്തതി യേശു കർത്താവ്. വാഗ്ദത്ത സന്തതിയാ യേശു വരുവോളം. ഇനി എന്തിനാണെന്നുള്ളതാണ് അടുത്തത്. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ആ ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ മോശ മുഖാന്തരം നമുക്ക് തന്നതാ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണം എന്തിനാ? മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. പറഞ്ഞേ, കൂട്ടിച്ചേർത്തതാ. എക്സ്റ്റൻഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ? അത്യാവശ്യം വന്നതുകൊണ്ട് ആളിലൊന്ന് താമസിക്കാൻ ഇടമില്ല ബ്രദർ, അതുകൊണ്ട് വീടിനോട് കൂടെ ഒരു ചായ്പും കൂടി കൂട്ടിച്ചേർത്തതാ. കാരണം പിശാച് ഒരു ഇഞ്ചക്ഷൻ ഇവരുടെ അടുക്കല അകത്തങ്ങ് എടുത്തു കൊടുത്തു. ജഡചിന്തകൾ ഇവന്റെ അകത്ത് കിടക്കെ, ഇവന്റെ സ്പിരിറ്റും സോളും ബോഡിയും മലിനമായി. ഈ പിശാചിന്റെ പ്രോഗ്രാം പുറത്തിറങ്ങിയാൽ ഉടനെ ഇവര് ലംഘനം ചെയ്യും. മനസ്സിലായോ? പിശാചിന്റെ പ്രോഗ്രാം പുറത്തിറങ്ങിയാൽ ഉടനെ ലംഘനത്തിൽ വീഴും, ഉടനെ മോഷണത്തിൽ വീഴും, ഉടനെ വിഗ്രഹാരാധനയിൽ വീഴും, ഉടനെ വ്യഭിചാരത്തിൽ വീഴും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇവർ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ദോഷം വന്നുകൊണ്ടേയിരിക്കും, ആടി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലംഘനങ്ങൾ നിമിത്തം ഇതാ കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. ഈ 10 കൽപ്പനകൾ മാത്രമല്ല, ഏകദേശം 650ഓളം ഉപനിയമങ്ങളുണ്ട്. കൂട്ടിച്ചേർത്തതാ ന്യായപ്രമാണം. അപ്പൊ കാര്യം എന്താ? ഈ ന്യായപ്രമാണം ശ്രദ്ധിച്ചേ, ഈ ന്യായപ്രമാണം വാളല്ല, പരിചയ. ഈ ന്യായപ്രമാണം വാളല്ല, പരിചയ. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. ഗ്ലോറി, ഹല്ലേലൂയ. ആരുടെ ലംഘനങ്ങൾ നിമിത്തം? ഈ മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം.
അപ്പൊ സാധാരണ പരിച എന്തിനാ നമ്മൾ ഉപയോഗിക്കണേ? തടുക്കാൻ. എന്ത് തടുക്കാൻ? ആക്രമണം തടുക്കാൻ, ഇല്ലേ? പുറത്തും ഒരു വ്യക്തി നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ ആക്രമിക്കുന്ന തടുക്കും. അതിനാണ് പരിച. എന്നാൽ നമ്മുടെ ശത്രു പുറത്തല്ല, നമ്മുടെ ശത്രു അകത്താ. പിശാചി ഇഞ്ചക്ട് ചെയ്ത ജഡചിന്തകൾ പുറത്തല്ല, അകത്താ. പുറത്തെ ശത്രുവിനെ നമ്മുടെ തീരുമാനം കൊണ്ട് തോൽപ്പിക്കാം. അകത്തെ ശത്രുവിനെ തീരുമാനം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ അകത്തെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ ദൈവം തന്ന ദൈവത്തിന്റെ വചനമാണ് ന്യായപ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ അകത്ത് ജഡത്തിന്റെ സകല പ്രവൃത്തിയും കിടക്കുക. ഗലാത്യ ലേഖനത്തിൽ വായിച്ചാൽ അറിയാം, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇത് അകത്തുനിന്ന് പൊങ്ങി വരുമ്പോ അകത്തുനിന്ന് പൊങ്ങി വരികയാ. എനിക്ക് വ്യഭിചാരം ചെയ്യണം, ഇതൊക്കെ പൊങ്ങി വരികയാ. അപ്പോൾ പരിച അങ്ങോട്ടല്ല പിടിക്കുന്നത്, ഉടനെ ന്യായപ്രമാണം ഇങ്ങോട്ട് പിടിക്കണം. മനസ്സിലായോ? ന്യായപ്രമാണം ഇങ്ങോട്ട് പിടിക്കണം. വ്യഭിചാരം ചെയ്യരുത്. ന്യായപ്രമാണം നിന്നെ തടയുകയാ, നിന്നെ തടയുകയാ. മനസ്സിലായോ? ന്യായപ്രമാണം പരിച പോലെ തടയുകയാ. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് വേർഡ് ഓഫ് വേൾഡ്ലി ലൈഫ്, നോട്ട് ദ വേർഡ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിന്റെ വചനമല്ല ഇത്. ഇത് ലോകരാജ്യത്തിൽ ജീവിക്കുവാൻ, ജയിലിൽ ജീവിക്കുവാൻ ദൈവം കൊടുത്തതാ. ഹലോ, ഹല്ലേലൂയ. ജയിലിൽ ജീവിക്കാൻ ദൈവം കൊടുത്തതാ. ഇത് കുഞ്ഞെ എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളുടെ പാപ സ്വഭാവം പോകാത്തെ? ഈ ന്യായപ്രമാണം ഒരിക്കലും നിങ്ങളുടെ അകത്തുള്ള ശത്രുവിനെ ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ ന്യായപ്രമാണം അകത്തുള്ള ശത്രു പുറത്തേക്ക് വരാതിരിക്കാൻ തടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പരിച കൊല്ലാനുള്ളതല്ല, തടുക്കാനുള്ളതാണ്. ഹല്ലേലൂയ. തടുക്കാനുള്ളതാ. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഡിഫെൻസീവ് വെപ്പൺ. തടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ. ഇപ്പം പിടുത്തം കിട്ടുന്നുണ്ടോ എന്റെ സ്വഭാവം മാറാത്തതിന്റെ കാരണം? ഇത് തടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ അകത്തുള്ള പാപ സ്വഭാവം പുറത്തേക്ക് വെളിപ്പെടാതെ മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. കണ്ടോ? തടുക്കണുണ്ടോ? 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 പക്ഷേ ജഡത്തിന്റെ ബലഹീന നിമിത്തം ചിലപ്പോ പരിചയൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ ഒരു ബത്ശബയെ കണ്ടു കഴിഞ്ഞാൽ പരിചയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അങ്ങനെ പോകുന്ന പോകും. പിന്നെ പാപം ചെയ്താലും പാപം ചെയ്യാതിനുള്ള തോന്നൽ പോലും ഇല്ല. പിന്നെ വരണം ഒരു നാദാം പ്രവാചകൻ. ഇത് ഓർപ്പിക്കണമെങ്കിൽ അതുവരെയും രോഗിയായിട്ടിരിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. എന്റെ മച്ചയൊക്കെ വേനൽക്കാലത്ത് ഉഷ്ണത്തിൽ എന്ന പോലെ വറ്റിപ്പോയി. ഹല്ലേലൂയ. എന്റെ രക്ഷയുടെ സന്തോഷമൊക്കെ അങ്ങ് പോയി. പിന്നെ നേരത്തെ മുഖം കണ്ട നല്ല പ്രകാശിക്ക് ഇപ്പൊ ആ പ്രകാശമൊക്കെ പോയി. കാർമേഹം മുങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ ന്യായപ്രമാണം ഇതൊരു പരിചയാ. പരിച എന്തിനെ തടുക്കാൻ? നമ്മുടെ അകത്തുള്ള ജഡചിന്തകൾ പുറത്തേക്ക് ഇറങ്ങി വരാതെ തടുക്കുവാനുള്ള പരിചയ ന്യായപ്രമാണം. അപ്പോൾ യാത്രയിൽ, ധൂർത്തപുത്രന്റെ യാത്രയിൽ അവൻ വ്യഭിചാരികളോടുകൂടെ, അവൻ കള്ളന്മാരോടുകൂടെ എല്ലാം പ്രവർത്തിച്ച് തിന്മയിൽ ജീവിക്കുമ്പോൾ ആ യാത്രയിൽ, അതായത് പഴയ നിയമത്തിന്റെ യാത്രയിൽ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണ് ന്യായപ്രമാണം, പരിച. പക്ഷെ പരിചയ്ക്ക് ഒരു കാലയളവുണ്ട്. വാഗ്ദത്ത സന്തതിയാ യേശു വരുവോളം മതി അത്. ഹലോ, അമ്മ യേശു വരുവോളം പാപങ്ങളെ തടുത്താൽ മതിയോ? അത് കഴിഞ്ഞാൽ പരിച മാറ്റും. പരിച മാറ്റി നിന്റെ കയ്യിൽ വാള് വരും. പരിച മാറ്റി നിന്റെ കയ്യിൽ വാള് തരും. വാള് പരിചയുടെ ഉപയോഗവും നടക്കും, കൊല്ലാനുള്ള ഉപയോഗവും നടക്കും. രണ്ടും നടക്കും. ഒരുത്തം വെട്ടുമ്പോൾ തിരിച്ചു വെട്ടും, അതോട് തടുക്കും, അതോടൊരു കുത്തും കൊടുക്കും, അവൻ ചാകും. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ല അല്ലേ?
ഈ ശുശ്രൂഷയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഇന്ന് ജനത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ലോകരാജ്യത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് അധികം ജനം വേണമെങ്കിൽ ലോകരാജ്യത്തിൻ്റെ വചനം പറഞ്ഞാലേ സഭ നിറയത്തുള്ളൂ. അതുകൊണ്ട് ഈ ദൈവദാസൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹത്യ ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഊങ്ങിച്ചാകൽ ആത്മഹത്യയല്ല, അത് ശരീരഹത്യയാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹത്യ ചെയ്യുക. ആ ദൈവദാസൻ തീരുമാനിച്ചു, എൻ്റെ ആത്മാവിനെ ഹത്യ ചെയ്തിട്ട് കുറേ ആളുകളെ ഞാൻ കൂട്ടി അവരെയും കൂടെ കൊണ്ടുപോയി തീപ്പൊയ്ക്കലിടുക. അതുകൊണ്ട് ജനത്തിൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണം ലോകത്തിൽ കിട്ടുന്ന കാര്യം പറഞ്ഞ് പിശാച് എന്ത് കൊടുക്കുന്നു അത് തന്നെ പറഞ്ഞ് അവസാനിച്ചു. ദൈവരാജ്യത്തിൻ്റെ വചനമൊന്നും പ്രസംഗിച്ചതുമില്ല. ആമേൻ, ഹല്ലേലൂയ. സഹോദരരെ, നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണം. ഞാനും ആദ്യം ലോകരാജ്യം പ്രസംഗിച്ച് നടന്ന വ്യക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ദൈവം കൃപ തന്നത് മനസ്സിലാക്കുവാൻ അന്നൊന്നും ഇവിടെ ആഹാരം സ്വീകരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ കോളേജിലൂടെ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. ദൈവം ഓരോ വചനം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ പ്രസംഗിച്ച പരിപാടി നിർത്തിയിട്ട് യേശു പ്രസംഗിച്ചത് തുടരാൻ. ആമേൻ, ഹല്ലേലൂയ. കാരണം ഞാനൊരു തെറ്റിന്റെ ഒരു കൂമ്പാരമാ, പക്ഷെ എൻ്റെ യേശു ശരികളുടെ ഒരു കൂമ്പാരമാ. എന്നിൽ നിന്ന് തെറ്റുകളുടെ കൂമ്പാരമായി, എന്നിൽ നിന്ന് ശരികളുടെ കൂമ്പാരമായി യേശുവിലേക്കുള്ള യാത്രയാണ് മടക്കയാത്ര. മനസ്സിലായോ? ഈ യാത്രയിൽ നമ്മുടെ പല അഭിപ്രായങ്ങളും നമ്മുടെ പല സ്വന്തം ചിന്തകളും ഇഷ്ടങ്ങളും തകർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കാൻ, ശരിയായി എന്നെ അനുഗമിക്കാൻ തെറ്റായ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിന്റെ സാമ്രാജ്യത്തെ, നിന്റെ സ്വയത്തെ ത്യജിക്കുക. അത് മനസ്സില്ലാതെ പറ്റത്തില്ല സഹോദരങ്ങളെ, ദൈവദാസന്മാരെ. ഹല്ലേലൂയ. ന്യായപ്രമാണം ഒരു പരിചയം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:19 പറയുന്നത്, അത് എപ്പോ വരെ വാഗ്ദത്ത സന്തതിയായ യേശു ക്രിസ്തു കടന്നു വന്ന ലോകമാകുന്ന ജയിലിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത് വരെ മതി അത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ ആ ഭാഗം? അതും വെച്ചുകൊണ്ടിരുന്നാൽ, ലോക ജീവിതത്തിന്റെ വചനങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അകത്തുള്ള ജഡചിന്തകളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. ആമേൻ. എന്നാൽ യേശു ക്രിസ്തു വന്ന് നമ്മളെ വിടുവിച്ചു. അതായത് സൗജന്യമായി തന്റെ കൃപയാൽ നമ്മളെ വിടുവിച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ലോകമാകുന്ന ജയിലിൽ നിന്ന്, പിശാചിന്റെ കീഴിൽ നിന്ന് സ്വതന്ത്രരായി. സ്വതന്ത്രരായാൽ പിന്നെ പരിച വേണ്ട, ന്യായപ്രമാണം വേണ്ട. ഉടനെ ഇതാ നമ്മുടെ കയ്യിൽ മറ്റൊരായുധം തന്നു കഴിഞ്ഞു. വാൾ, സോഡ്, ഷീൽഡ് മാറ്റി സോഡ് തന്നു. ഇനി ഒരാൾ നിങ്ങളെ വെട്ടിയാലോ പരിചയുടെ ഉപകാരം നടക്കും, തടുക്കാം. അതോടൊപ്പം തന്നെ കുത്താം, കൊല്ലുകയും നടത്താം, രണ്ടും ചെയ്യാം. ആമേ, നിങ്ങൾ ഞാൻ മനുഷ്യരെ അല്ല കൊല്ലാൻ പോകുന്നേ, ആത്മാവിനെയല്ല കൊല്ലാൻ പോകുന്നേ. ആമേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, വാള് കൈ തന്നിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പുതിയ നിയമത്തിൽ തരികയാ. ആത്മാവാൽ ജഡത്തിന്റെ ചിന്തകളെ, പ്രവൃത്തികളെ കൊല്ലുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. കൊല്ലുന്നുവെങ്കിൽ ജീവിക്കും. പക്ഷെ കൊല്ലുവാൻ പരിശുദ്ധാത്മാവ് ഒരു ആയുധം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വചനം 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 നമുക്കറിയാവുന്ന ആകപ്പാടുള്ള ആയുധം അത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണല്ലോ നമ്മുടേതായ ജഡ സ്വഭാവം പോകാതെ അതിൻ്റെ മുകളിൽ ഇന്നത്തെ വീടുകൾ റിനോവേറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഷാർജയിൽ ഒരു നാഷണൽ പെയിന്റ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ദുബായിൽ അതുപോലെ ഡനാറ്റയുടെ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പം അത് കണ്ടു കഴിഞ്ഞാൽ പുത്തൻ ബിൽഡിങ്ങുകളാണ്. പക്ഷേ 22 വർഷം മുമ്പ് കർത്താവ് എന്നോട് കൊണ്ടുപോയതുകൊണ്ട് എനിക്കറിയാം അതൊരു പഴയ പന്നാങ്ക ബിൽഡിങ്ങാണ്. അമ്മേ, അവരെന്താ ചെയ്തെന്നറിയാമോ? അതിൻ്റെ പുറമെല്ലാം പൊളിച്ചു കളഞ്ഞു. കളഞ്ഞിട്ട് ഇന്നത്തെ മോഡേൺ ബിൽഡിംഗ് ചെയ്യണ പോലെ ഗ്ലാസും ടൈലും അങ്ങ് ഒട്ടിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ല ബിൽഡിങ്ങാണ്. പക്ഷേ പഴയ ഉള്ളവർക്കറിയാം അതല്ല സംഭവം. ഇതിൻ്റെ പുറം മാത്രമുള്ള അത് അകം മുഴുവൻ പഴയതാ. ഇതേപോലെയാണ് ഇന്ന് വിശ്വാസികളിൽ പലരും. പുറം മാത്രമേ ഉള്ളൂ. ആമേ,
നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം. പാസ്റ്റർ പ്രസംഗം കേട്ടു, എടുത്തു, ഒട്ടിച്ചു വെച്ചു. സഹോദരനെ സ്നേഹിക്കണം, 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 സ്നേഹിക്കണം. അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് സഹോദരൻ ഒരു ഒറ്റ കുത്തു, ഒരു കുത്തുവാക്ക്. ഉടനെ ഒട്ടിച്ചത് പറഞ്ഞു പോകും, ഒട്ടിച്ചത് പറഞ്ഞു പോകും. സഹോദരൻ ഒറ്റ കുത്ത്, തീർന്നില്ലേ? എന്താ സംഭവം? കാരണം ഇത് കേട്ടാ നീ ഒട്ടിച്ചതാ, നിന്നിൽ നിന്നല്ല, നീ ഒട്ടിച്ചതാ. മനസ്സിലായോ? എന്നാൽ ദൈവസ്നേഹം വരുന്നത് കുഞ്ഞേ എൻ്റെയും നിങ്ങളുടെ അകത്ത് വീണ്ടും ജനിച്ച ആ പുതിയ സൃഷ്ടിയായ ദേവപുത്രനിൽ നിന്നാണ്. അവിടെ നിന്ന് വന്നാൽ ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കേണ്ട ആർട്ടിഫിഷ്യലായിട്ട്. എല്ലാം ഇതാ നാച്ചുറലായി അവിടെ നിന്ന് വരാൻ തുടങ്ങും. അകത്ത് ജനിച്ച ദൈവപുത്രൻ അവന് വേറെ ആരുടെ സ്വഭാവമല്ല, ദൈവത്തിന്റെ സ്വഭാവമാണ്. പൂച്ചക്കുട്ടിക്ക് ആരുടെ സ്വഭാവമാണ്? തള്ളപ്പൂച്ചയുടെ സ്വഭാവം. ഉണ്ടാക്കിയെടുക്കണ്ട. ഒരു ക്ലാസ് കൊടുത്ത് കൊച്ചുപൂച്ചേ നീ ഭൗ ഭൗ എന്നല്ല കരയണ്ട കേട്ടോ, മ്യാവ് മ്യാവ് എന്ന് കരയണം എന്ന് പഠിപ്പിക്കണ്ട. അത് എങ്ങനെ കരഞ്ഞാലും മ്യാവ് മ്യാവ് മ്യാവ്. ഹലോ, എന്തൊരു സുഖമാണെന്നറിയാമോ ദൈവ ക്യാരക്ടർ വരാനായിട്ടാണ്. പക്ഷെ അതിന്റെ പ്രോസസ്സ് നമ്മൾക്ക് ഈ ലോകത്തിന്റെ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഒരല്പം കടുപ്പമാണ്. അല്പം കടുപ്പമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വാളെടുക്കില്ല, ആയുധം എടുക്കത്തില്ല. ആയുധം എടുക്കാൻ പറഞ്ഞാൽ സഭയുടെ എണ്ണം കുറയും, സഭയിലെ ആളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ അറിയത്തില്ല, പിന്നെ അറിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയാത്തതിൻ്റെ കാരണം സഭയിലെ ആളുകളുടെ എണ്ണം. അതായത് ഇടയ്ക്കിടയ്ക്ക് യേശു ചെയ്യുന്നത് പോലെ ഒന്ന് കുലുക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 6 കുലുക്കൽ. ഒരു മൾട്ടി ഗ്രൂപ്പാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടൊന്നും അല്ല വന്നേക്കണേ, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടാണ് വന്നേക്കണേ. എന്നിട്ട് ഒരു കാര്യം അങ്ങ് തിരിച്ചു പറഞ്ഞ്, അതെ, നശിച്ചു പോകുന്ന ഈ അപ്പത്തിനായിട്ടല്ല ഞാൻ തരാൻ വന്ന വേറൊരു അപ്പമാണ്, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പം. ആ അപ്പത്തിനായിട്ട് അധ്വാനിക്കേ. ഇത് പത്രോസ് അങ്ങ് കേട്ടു, ഇങ്ങനെയുണ്ട് ഒരപ്പം. ഇത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടെ ഇതാ ഓരോരുത്തരെ തുടർന്ന് പ്രസംഗം ദൈവരാജ്യം അങ്ങ് തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് അവനെ വിട്ടുപോകാൻ തുടങ്ങി. വലിയ ബലൂൺ ചുക്കി കളഞ്ഞതുപോലെ ആളുകൾ അങ്ങ് പോയി. അവസാനം 12 പേര്. യേശു പേടിച്ചു പോയി എന്നല്ല വചനം പറയുന്നത്. അയ്യോ നിങ്ങൾ പോകല്ലേ. കാരണം ആർക്ക് ഗുണത്തിനാ യേശു വന്നത്? കുഞ്ഞെ, നിനക്കറിവില്ലാത്തതുകൊണ്ട് നീ പോയതാ. അല്ലെങ്കിൽ യേശു ആരെയും ഫോൺ വിളിക്കാനൊന്നും പോയില്ല. അന്ന് ഫോണില്ല, ഇന്നത്തെ കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞതാ. ഗ്ലോറി. യേശു ഒരു ഒറ്റ ചോദ്യം, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? കാരണം ഇത് മനസ്സുള്ളവനുള്ളതാ, ആർക്കും നിർബന്ധമില്ല. നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ മനസ്സുണ്ടോ? ഉടനെ നേരത്തെ കേട്ടത് പത്രോസ് അകത്ത് ഓർത്ത്, ഇങ്ങനൊരു വചനമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ. ഇത്രയും നാളും തൽക്കാലത്തില്ല ഇവിടത്തെ വചനങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞേ. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികളുണ്ടല്ലോ നിന്റെ അടുക്കലുണ്ടെന്നല്ലേ പറഞ്ഞേ, നിന്റെ വീട്ടിൽ ഞങ്ങൾ അവിടെ പോകും. ആഹാ, അപ്പൊ ഇങ്ങനൊരു മൊഴിയുണ്ടല്ലേ, അപ്പൊ ഞങ്ങളുടെ പരീക്ഷന്മാരും ദൈവദാസഭയും പ്രസംഗിക്കുന്നോ അതൊക്കെ താൽക്കാലിക ജീവന്റെ മൊഴികൾ. ഹലോ, ജയിലിന്റെ ഉള്ളിലെ മൊഴികൾ. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മടക്കയാത്രയ്ക്കുള്ള മൊഴികൾ നീയാ പറയണേ, നിത്യജീവന്റെ മൊഴികൾ. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു, മെജോറിറ്റി അങ്ങ് പൊക്കോട്ടെ, മൈനോറിറ്റിയായി ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ മുമ്പിലിരിക്കുന്ന കൊച്ചുമോനൊരു ചോദ്യം ചോദിച്ചു, എന്നെ കാത്തു നിൽക്കുമായിരുന്നു. എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് അകത്ത് നിന്ന് ചോദിക്കാനുള്ള മടി കൊണ്ടായിരിക്കും പുള്ളി ആ ഡോറിൻ്റെ വെളിയിൽ പോയി നിന്നു. വെളിയിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിക്കുക, എനിക്ക് തോന്നുന്നു വലിയ ആഗ്രഹമുണ്ടാ, ചെറുപ്പക്കാരുടെ വലിയൊരു ചോദ്യമായത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ദേവദാസനെ ഓരോ ദേവദാസന്മാരും വന്നിട്ട് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം. ആഗ്രഹമുണ്ട്. ഓരോ ചെറുപ്പക്കാർ പിള്ളേർ പറഞ്ഞു ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല, പഴയതുപോലെ തന്നെ ആയി പോകുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റവരെല്ലാവരും പറഞ്ഞത് വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അങ്ങനെ ചെയ്യണം,
ഇങ്ങനെ ചെയ്യണമെന്ന്. ആ പൈതലിനോട് ചോദിക്കുക, ഇന്നലെ പറഞ്ഞില്ലേ എങ്ങനെയാ മരിക്കേണ്ടത്? നാൾതോറും മരിക്കുന്നത് എങ്ങനെയാ? ഗ്ലോറി, ഹല്ലേലൂയ. ആ കുഞ്ഞിനോട് ഞാൻ ഇതിന് സ്തോത്രം ചെയ്യുക. അവൻ്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത മതി, എങ്ങനെയാ മരിക്കേണ്ടത്? ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ മരിച്ചെങ്കിൽ മാത്രമേ പഴയ മനുഷ്യൻ ചാകുന്നുള്ളൂ, തിന്മ സ്വഭാവം ചാകുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ നിത്യജീവന്റെ മൊഴികൾ നിങ്ങളിപ്പോ കേട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാ, അത് വായിൽ മധുരിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങളുടെ വയറിനെ കയ്പിക്കും. കയ്പുള്ള മരുന്ന് കുടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണോ? അത് തുപ്പിക്കളയും. ലോക സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ സുഖമാ. നിന്റെ ഒരു കർണം തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക. അകത്ത് പലതും പറയും, ഇത് എന്ത് സാധനമായത്? ഒരു കർണം തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കുകയോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ദൈവദാസന്മാർക്ക് കഴിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. യേശു പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ ആയുധത്തെ കുറിച്ച്. ദൈവരാജ്യത്തിലെ ആയുധം, നമ്മൾ പറയുന്ന ആയുധം വചനം എന്ന ആയുധത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. മടക്കയാത്രയിൽ കുഞ്ഞേ ഞാൻ നിങ്ങൾ എടുക്കേണ്ട ആയുധം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദുഷ്ടൻ നിക്ഷേപിച്ച തിന്മയായ സ്വഭാവങ്ങളെ തകർത്ത് കളയുവാനുള്ള ആയുധം. ഈ ആയുധത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ഈ ആയുധത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. ഈ ആയുധം എടുക്കാൻ ജനങ്ങൾ, ദൈവദാസന്മാർക്കോ ജനത്തിനോ അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പാപ സ്വഭാവം പോണോ? വാളെടുക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? വാള് പറയുമ്പോൾ ഓടരുത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരായുധം. ബൈബിളിൽ ഉടനീളം ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിൽ പെടത്തില്ല. 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഗ്ലോറി. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും. കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിനെ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഗ്ലോറി. ഒന്നുകൂടി വായിച്ചോളൂ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. പറഞ്ഞേ, ആയുധമായി ധരിപ്പിൻ. ഇത് വചനമാകുന്ന ആയുധമാണോ? ഇത് അല്ല. ഇതാ പുതിയൊരു ആയുധം. പുതിയതല്ല, ഇത് പഴയതാ, നമുക്ക് പുതിയതാ. പുതിയ ആയുധം. ഇതാണ് മടക്കയാത്രയുടെ ആയുധം. ഗ്ലോറി, ഹല്ലേലൂയ. ആയുധമായി ധരിപ്പിൻ. എന്താ ആയുധമായി ധരിക്കേണ്ടേ? എന്താണ് ആയുധമായി ധരിക്കേണ്ടത്? നിങ്ങളുടെ ചിന്ത, നിങ്ങളൊന്നും വർക്ക് ചെയ്യുക. കഷ്ടമൊന്നുമല്ല ആയുധമായി ധരിക്കേണ്ടേ, ആത്മാവും അല്ല ആയുധമായി ധരിക്കേണ്ടേ. അവിടെ ദൈവത്തിന്റെ സർവായുധ വർഗമൊന്നുമല്ല ആയുധമായി ധരിക്കാൻ അവിടെ പറഞ്ഞേക്കണേ. ആ ഭാവം, ക്രിസ്തുവിന്റെ അഭാവം ആയുധമായി ധരിക്കുക. ക്രിസ്തുവിന്റെ ആ ഭാവം, സഹിക്കുവാനുള്ള ആ
ഭാവം ആയുധമായി ധരിക്കുക. സഹിക്കുവാനുള്ള ആ ഭാവം ആയുധമായി ധരിക്കുക. നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടും തോന്നുന്നില്ലായിരിക്കും അല്ലേ? സോ പവർഫുൾ, സോ പവർഫുൾ. സഹിക്കുവാനുള്ള ഭാവം ആയുധമായി ധരിക്കുക. അതാണ് വാള്. ആ മനോഭാവമാണ്, ആ ആറ്റിറ്റ്യൂഡാണ് വാള്. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാണ് മടക്കയാത്രയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാള്. ഈ ഭാവം ആയുധമായി ധരിക്കുക. ആമേൻ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഇന്നലെ കൊളോസ്യ ലേഖനം 1:24 കേട്ടപ്പോൾ നമുക്ക് പൗലോസ് ഇത് ആയുധമായിട്ട് ധരിച്ചേന്ന് കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചോ നിങ്ങൾ? കൊളോസ്യ ലേഖനം 1:24 നിങ്ങളത് ശ്രദ്ധിച്ചില്ല അല്ലേ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്തു എല്ലാം ഫിനിഷ്ഡ്. കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയാകുന്ന അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. ഗ്ലോറി. കണ്ടോ പൗലോസ് ആയുധം കണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. ആദ്യം വേണ്ടത് ആ മനോഭാവമാണ്. മനസ്സ്, ഹൃദയം മാറാതെ ഒരു പരിപാടി നടക്കത്തില്ല. ധൂർത്തപുത്രൻ മടങ്ങി വരാനുണ്ടായ കാരണം ധൂർത്തപുത്രന്റെ ഹൃദയത്തിൽ ലോകം മരിച്ചു. അവൻ പോകുന്നതിന് മുമ്പ് അവന്റെ ഹൃദയത്തിൽ അവന്റെ പിതാവിന്റെ ഭവനം ഉദിച്ചു. കുഞ്ഞെ, ലോകം ഹൃദയത്തിൽ മരിക്കാതെ നമുക്ക് മടങ്ങാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ നിങ്ങൾ കേട്ടു, യേശു ക്രിസ്തു നിങ്ങളെ ലോകത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി, ജയിലിൽ തുറന്നിട്ടിരിക്കുക. ഇന്നലെ വരെയും നിങ്ങൾ മടക്കയാത്ര ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മ കൂടെ ആയിരിക്കാം. പക്ഷെ ഇന്നും നിങ്ങൾ മടക്കയാത്ര ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയല്ല, ജയിലിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവനവനെ തന്നെ ചെക്ക് ചെയ്യുക, ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് മടക്കയാത്രയിൽ തന്നിരിക്കുന്ന ആയുധം കഷ്ടം സഹിക്കുവാനുള്ള മനോഭാവം നീ ആയുധമായി ധരിക്കണം. ഈ ആയുധത്തെക്കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്ക് ഈ മേഖല വിട്ട് വേറെ മേഖലയിലേക്ക് അടുത്ത ലെവലിലേക്ക് കയറാം. ആമേൻ. പണ്ട് ഞാൻ കൃപാവര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ആമേൻ. ഇവിടെ ഒരു ഹീലിംഗ് സ്കൂൾ വരെ നടത്തിയിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെതായ CD DVD അതോടൊപ്പം ഇൻ്റർനെറ്റിലും കാണാം ഇത്, ഹീലിംഗ് സ്കൂൾസ്. പക്ഷേ കർത്താവ് എന്നെ ഈ മേഖലയിലേക്ക് മാറ്റി. കാരണം ഇതിലേക്ക് ആരുമില്ലാത്ത മേഖല, ഏറ്റവും പ്രാധാന്യമുള്ള മേഖല. കൃപാവര പ്രാപ്തനായ അഭിഷേകം എന്ന് പറഞ്ഞ കൃപാവര പ്രാപ്തന അനേകരെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി ചെന്നിട്ട് കർത്താവിനെ ഉപയോഗിച്ചു കർത്താവിനെ അറിയത്തില്ലെന്ന് പറയുന്ന കാലം നല്ലത് അറിയേണ്ട മേഖലയിലേക്ക് കയറിക്കൊണ്ട്. അപ്പം ഏത് മേഖലയാണ് ആളില്ലാത്തത്? സ്വന്തം കുടുംബത്തിൽ ആളില്ലാത്ത മേഖലയിലേക്ക് കയറണം. ദൈവരാജ്യം നമ്മുടെ കുടുംബമാണ്. ആമേൻ. സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? എന്തിനും എപ്പോഴും തയ്യാറായിരുന്നോളണം. ഒരു പ്രസംഗിക്കാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ, മിണ്ടി പോകരുത്. ഏത് സമയം ഒരുങ്ങിയിരുന്നോളണം, ഏത് സമയത്തും ഒരുങ്ങിക്കോളണം. ഗ്ലോറി, ഹല്ലേലൂയ. അവിടെ പായിടാൻ ആളില്ലയോ, നിങ്ങൾ കയറി ഇട്ടോളണം. അമ്മേ, എന്ത് കുറവുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആളോ നോക്കി ഇരിക്കുമോ? ഇല്ലല്ലോ, നമ്മളങ്ങ് കയറി ചെയ്യും. ദൈവരാജ്യം നമ്മുടെ വീടായ ഇതിന്റെ തെളിവതാ. ആരും വരാൻ നോക്കിയിരിക്കത്തില്ല, ആരെങ്കിലും പൈസ തന്നാ ചെയ്യാന്ന് പറഞ്ഞിരിക്കത്തില്ല. അമ്മേ, കയറി അങ്ങ് ചെയ്യുകയാ. കാരണം എൻ്റെ അപ്പൻ്റെ വീട്ടിലെ ഒന്നിനും കുറവുണ്ടാകാൻ പാടില്ല. അമ്മേ, ഇതെല്ലാം സ്വർഗ്ഗത്തിൽ ഞാൻ കാണുകയാ. സ്വർഗരാജ്യം, ദൈവരാജ്യം നമ്മുടെ വീടാണ്. ഗ്ലോറി, ഹല്ലേലൂയ.
അപ്പനോടുള്ള സ്നേഹം അതേപോലെ ആയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരുടെ കയ്യിൽ ഇങ്ങോട്ട് തരാൻ എന്തെങ്കിലും ഉള്ളപ്പോഴല്ല അവരെ സ്നേഹിക്കേണ്ടത്. അവരുടെ കയ്യിൽ ഇങ്ങോട്ട് തരാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കണം. ആമേൻ. പല മക്കളുണ്ട് മാതാപിതാക്കന്മാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹം അഭിനയിക്കും. നോ, അഭിനയിക്കണ്ട. എസ്പെഷ്യലി അവരുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുന്നു, ഇനി എനിക്ക് ഒന്നും തരാനില്ല, അപ്പോൾ സ്നേഹിക്കണം. അതാ യഥാർത്ഥ സ്നേഹം. അത് വരണമെങ്കിൽ ദൈവസ്നേഹത്തിന് ഉടലെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന നല്ല ആ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗ്ലോറി. നാം മടക്കയാത്രയിലേക്ക് പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മടക്കയാത്രയിൽ യാഗം കഴിച്ചുകൊണ്ട് നാം പോകണം. യാഗം കഴിച്ചുകൊണ്ട്. യാത്രയിലെ യാഗം കാളയും ആടും പ്രാവുമായിരുന്നു. ആമേൻ. അതായത് പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യാത്രയിലെ യാഗം ആട്, പ്രാവ്, കാള, ഇല്ലേ? എന്നാൽ മടക്കയാത്രയിലെ യാഗം സാക്രിഫൈസ്, യാഗം. യാത്രയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം ചെയ്ത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങ് പോയെങ്കിൽ മടക്കയാത്രയിൽ സ്വന്തം ഇഷ്ടങ്ങളെ ഇതാ യാഗമായി ആത്മാവിന്റെ തീയിൽ സ്വന്തം ഇഷ്ടങ്ങളെ യാഗം ചെയ്താ മടക്കയാത്രയിൽ പോകുന്നത്. യാത്രയിൽ സ്വന്തം ഇഷ്ടങ്ങളെ പോഷിപ്പിച്ചു പോയെങ്കിൽ മടക്കയാത്രയിൽ സ്വന്തം ഇഷ്ടങ്ങളെ യാഗം ചെയ്താ പോകുന്നേ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതോടെ കർത്താവ് പറയാം, നീ മടക്കയാത്ര ചെയ്യാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിന്നെ യാഗം ചെയ്യുക, നിന്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുക, തന്നെത്താൻ ത്യജിക്കുക, യാഗം ചെയ്യുക. ഗ്ലോറി. ആമേൻ. യാഗം ചെയ്യുന്നതിന് മുമ്പ് മുറിക്കണ്ടേ? അതിന് വാള് വേണ്ടേ? ആയുധം വേണ്ടേ? ആമേൻ. ആ ആയുധമാണ് കഷ്ടം സഹിക്കുവാനുള്ള മനോഭാവം. ഇതാണ് ആയുധം. ഇനി നിങ്ങൾ ഗിരിപ്രഭാഷണം 5, 6, 7 വായിച്ചോ, സുഖമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ടല്ലോ, ഒരു കരത്തടിക്കാൻ മറുകരണം കാണിച്ചു കൊടുക്കാന്നൊക്കെയല്ല മനസ്സിലാകാത്ത കാര്യം. അതൊന്ന് വായിച്ച് സുഖമായിട്ട് മനസ്സിലാവും. ഒരു കരണത്തെ അടിച്ചു, സാധാരണ നമ്മൾ എന്താ ചെയ്യണേ? തിരിച്ചടിക്കും, ഇല്ലേ? ആ അടിച്ചത് എന്ത് ചെയ്തു? ഈ വ്യക്തി സഹിച്ചു. കണ്ടോ ആയുധം? കണ്ടോ ആയുധം പൊങ്ങി വരുന്നുണ്ടോ? സഹിച്ചു. പിന്നെ അടുത്ത മനോഭാവം, മറുകരയോട് കാണിച്ചു കൊടുക്കാൻ ഇതാ തയ്യാറാ. ആയുധം വീണ്ടും സഹിക്കാൻ ഞാനിതാ തയ്യാറാ. ആയുധം പൊങ്ങി വരികയാ. പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും ആയുധം പൊങ്ങി വരികയാ. ആ ആയുധം പൊങ്ങി വരുന്നതോടെ ജഡസ്വഭാവം കട്ടി ചെയ്ത് താഴെയിടുക, കത്തിപ്പോവുകയാ, ചാമ്പലാവുകയാ. ഹല്ലേലൂയ. സഹിക്കാനുള്ള മനോഭാവം ആയുധമായി ധരിക്കാൻ. ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ശത്രുവിനെ നിഗ്രഹിക്കുക പഴയ നിയമത്തിൽ. എന്നാൽ ഇവിടെ വരുമ്പോ ശത്രു ഉപദ്രവിക്കുക, ആയുധം പൊങ്ങി വരിക, സഹിക്കുക. പിശാചെന്ന ശത്രുവല്ല, മനുഷ്യനെന്ന ശത്രു. സഹിക്കുക. സഹിച്ചാൽ മാത്രം പോരാ, ഇനിയും സഹിക്കാൻ തയ്യാറാ. എങ്ങനെ? അവനെ സ്നേഹിക്കുക. കണ്ടോ ആയുധം പൊങ്ങി വരുന്നുണ്ടോ? ഗിരിപ്രകടനത്തിലൊക്കെ ദൈവരാജ്യത്തിന്റെ വചനമാ സഹോദരങ്ങളെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലോകത്തിന്റെ വചനമാ, ലോകരാജ്യത്തിന്റെ വചനമാ, ജയിലിൽ കിടക്കുമ്പോഴുള്ള വചനമാ. ഇത് ദൈവരാജ്യത്തിന്റെ വചനമാ. ആയുധം പൊങ്ങി വനമുണ്ടോ? ഈ ആയുധം കുറച്ച് നാളെന്ന് എടുത്താൽ മതി, നിങ്ങളുടെ അകന്ന ദൈവപുത്രം പുറത്തേക്കിറങ്ങണ കാണാം. ദൈവപുത്രം പുറത്തേക്കിറങ്ങണ. പിന്നെ നിങ്ങൾ പറയും, നിവാസിനെ ഞങ്ങൾക്ക് കോപിക്കാൻ പോലും പറ്റുന്നില്ല, ഇത് എവിടെ പോയത്? കാരണം വേറൊന്നുമല്ല, ജഡസ്വഭാവം പൊട്ടി അകത്ത് ദൈവപുത്രം വെളിയിലേക്ക് ഇറങ്ങണതാ. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, ആ ദൈവപുത്രം വെളിയിലേക്ക് ഇറങ്ങണതാ കാണുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കണേ. സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക ഈ ദൈവത്തിന്റെ വെളിപ്പാടിനായി. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഇതുവല്ല നമ്മളറിയുന്നു, ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്കറിയാം. ഫസ്റ്റ് പീരിയഡ് ചാപ്റ്റർ 4 verse 1 and 2 ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നല്ലോ.
അല്ലേ? 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അങ്ങനെ ആ ഭാവം കൊടുത്താൽ എന്താ ഗുണമെന്നറിയാമോ? 2 ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 2 ഗുണങ്ങൾ. ആ ഗുണങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അതിന്റെ ആയുധമായി ധരിച്ചാലുള്ള ജഡത്തിൽ കഷ്ടം വെയിറ്റ് ആയുധമായി ധരിച്ചാലുള്ള ഗുണമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഗുണങ്ങൾ നിങ്ങൾ അറിയണ്ടേ? താഴെ എഴുതിയിരിക്കുക. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം. ഇനി ഒരു മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്ക് അല്ല. അല്ല. അപ്പൊ യാത്രയിൽ മുഴുവൻ എന്ത് മോഹമായിരുന്നു? മനുഷ്യരുടെ മോഹമായിരുന്നു. ആമേ. ഇനി മടക്കയാത്രയാണ്. ഈ ആയുധം എടുത്ത് മടക്കയാത്ര ചെയ്യുന്നവർക്ക് ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, താഴേക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിനെ. ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കണേ കേട്ടോ. ആള് പർപ്പസിലേക്ക് വന്നു. ആമേ. ഞാൻ ഒരു ദിവസം ചോദിക്കണത് നീ ഏതൊക്കെ ചെയ്തെന്നുള്ളതല്ല, ദൈവ ഇഷ്ടമാണ് ചോദിക്കണേ. മനസ്സിലായോ? എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗത്തിൽ കയറുന്നേ. ആമേ. ഹല്ലേലൂയ, ഗ്ലോറി. ഇവിടെ പറയാ ദൈവ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് ഇനിയാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഗ്ലോറി. സന്തോഷമുണ്ടോ? കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്.